ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് മാന്നാറിൽ സംയുക്ത മിന്നൽ പരിശോധന നടത്തി 20,000-ഓളം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി മാന്നാറിൽ മിന്നൽ പരിശോധന നടത്തി. മാന്നാർ ഗ്രാമപഞ്ചായത്തും പോലീസും ആരോഗ്യ വിഭാഗവും സംയുക്തമായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. രാവിലെ 7 മണിയോടെ ആരംഭിച്ച പരിശോധനയിൽ 20,000-ഓളം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അധികൃതർ പിടിച്ചെടുത്തു. പെട്ടിക്കടകൾ, സുഗന്ധ മുറുക്കാൻ വിൽക്കുന്ന കേന്ദ്രങ്ങൾ, അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും പരിശോധന നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ നടത്തുന്ന പെട്ടിക്കടകളിൽ നിന്നുമാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ കൂടുതലായും കണ്ടെത്തിയത്. പലയിടത്തും ഇവ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു. പരിശോധനയുടെ ഭാഗമായി കുട്ടമ്പേരൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിക്കും ഗുരുമന്ദിരത്തിനും സമീപം പലചരക്ക് വ്യാപാര സ്ഥാപനത്തിൽ പലയിടത്തും ഒളിപ്പിച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമയായ സ്ത്രീക്കെതിരെ മാന്നാർ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം മാന്നാറിൽ അതിഥി തൊഴിലാളികൾ നടത്തിയിരുന്ന മത്സ്യവ്യാപാര സ്ഥാപനത്തിൽ നിന്നും ബുധനൂരിൽ നിന്നുമായി 3.5 കിലോയോളം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. 2 അതിഥി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് മാന്നാർ മേഖലയിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയത്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ട് വഴിയോരത്തെ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ച് ഇത്തരം വിൽപ്പന സജീവമാണെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു അധികൃതരുടെ നടപടി. പരിശോധനകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമെന്ന നിലയിൽ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും ഉപയോഗിച്ചാണ് പല കടകളിലും നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു. പൊതുജനാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയാൻ വരും ദിവസങ്ങളിലും പരിശോധനകൾ കർശനമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ്, വൈസ് പ്രസിഡന്റ് പി എ ലത, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടൈറ്റസ് പി കുര്യൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി മധു, ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ, പഞ്ചായത്ത് അംഗങ്ങൾ, മാന്നാർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ലഹരി വിമുക്ത കേരളം എന്നുള്ള കാഴ്ചപ്പാട് എത്ര കണ്ട് ഗൗരവമുള്ളതാണ് എന്നുള്ളത് ഇന്ന് മാന്നാറിൽ ഏകദേശം 1 മണിക്കൂർ നേരത്തെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാർ, സെക്രട്ടറി അടക്കം പോലീസ് അടക്കം നടത്തിയ ഒരു പരിശോധനയിലും റെയ്ഡിലും നമുക്ക് ബോധ്യമാകും. അന്യസംസ്ഥാന തൊഴിലാളികളും മലയാളികളും ഒട്ടും മോശമല്ല. ഈ മാരകമായ ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യമാണ് നമുക്ക് മനസ്സിലായത്. തുടർന്നുള്ള ദിവസങ്ങളിലും കേരളത്തിലെ ഗവൺമെന്റ് ലഹരിമുക്ത കേരളം, ആരോഗ്യമുള്ള ഒരു കേരളം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ലഹരിക്ക് എതിരായിട്ടുള്ള പോരാട്ടം തൂഫാൻ എന്ന നാമധേയത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കക്ഷിരാഷ്ട്രീയത്തിനെല്ലാം അതീതമായി നന്മ നിറഞ്ഞ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ അതിന്റെ വലിയ മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ചെന്നിത്തല പഞ്ചായത്തും മാന്നാർ ഗ്രാമപഞ്ചായത്തും കൂടി ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ട സന്ദേശമായി ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും ഞങ്ങൾ ആ മേഖലയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ ഇതിൽ നിന്നും മോചിതരായാൽ തീർച്ചയായിട്ടും വലിയ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. CDNet ന്യൂസ്, മാന്നാർ.